വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായർ സത്യഭാമയോട് പറയുന്നുണ്ട്, ഹൈദ്രോസിനെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവൻ്റെ അടുത്തൊന്നും പൈസ മേടിക്കാനായിട്ട് രോഹിത്തിനെ കൊണ്ട് പറ്റില്ല, വിഷ്ണുവിനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതി എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിനോടൊന്നും ആലോചിക്കുന്നുമില്ല, ഇനി കാര്യങ്ങളെല്ലാം രോഹിത്തിനെ ഏൽപ്പിക്കുകയാണ്, വിഷ്ണുവിനെ ഒന്നിനും പറഞ്ഞു വിടുന്നുമില്ല എന്ന് പറയുന്നു. അന്ന് ഭാമ ഇങ്ങനെ നിർബന്ധമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയുകയാണ് ചെല്ലാനായിട്ട്. ഈ സമയത്താണ് പിള്ള ഓടിക്കൊണ്ട് വരുന്നത്. സത്യാമ്മയെ ശാലിനി കുഞ്ഞിന് വെടിയേറ്റു എന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും അന്തം വിടുന്നുണ്ട്. അന്നേരം എങ്ങനെ എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം ഏതോ സ്ഥലം ഒഴിപ്പിക്കാനായിട്ട് പോകുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത്, വേറൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം, എടാ വണ്ടി എടുക്കടാന്നിങ്ങനെ രോഹിത്തിനോട് പറയുന്നുണ്ട്. രോഹിത്ത് പുറത്തേക്ക് വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. പിള്ളയാണെങ്കിൽ രാഘവൻ പിടിച്ചുകൊണ്ട് ഭാമ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കടപ്പുറമാണ് കാണിക്കുന്നത്. അവിടെ വിഷ്ണു ആണെങ്കിൽ ഈ പിന്നെ രേഷ്മയുടെയും രേഷ്മ വന്ന ആ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ വിഷ്ണു ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഈ രേഷ്മയും ആ കൂടെ വന്ന മുകുന്ദൻ എന്നാണ് പേര്, അവർ ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ജീപ്പും അവിടെ ഉണ്ട്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് രേഷ്മ അത് കാണുകയാണ്. എന്നിട്ട് ഡോർ തുറക്കുന്നുണ്ട് രേഷ്മ. അപ്പോൾ പക്ഷേ വിഷ്ണു ആദ്യം നോക്കുമ്പോൾ രേഷ്മയെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഒന്നും കൂടി ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി നോക്കുമ്പോൾ വിഷ്ണുവിന് രേഷ്മയാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അന്നേരം ഞാൻ എങ്ങനെ ഇവിടെ എന്താ പറ്റിയതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണു പിന്നെ റോഡിൽ വന്ന് വീഴുകയായിരുന്നു, വണ്ടി തട്ടാഞ്ഞത് ഭാഗ്യം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്താ പറ്റിയതെന്നിങ്ങനെ വിഷ്ണുവിനോട് രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് തല കറങ്ങി കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ കാഴ്ചയൊക്കെ മങ്ങി അതാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ഇപ്പോൾ മാറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഈ മുകുന്ദനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അതിങ്ങനെ പെട്ടെന്ന് വിഷ്ണു മൊത്തം കുടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണം, ശാലിനി ഹോസ്പിറ്റലിലാണ്, എല്ലാം കൂടി ആയപ്പോൾ പിടിവിട്ട് പോയതാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു എനിക്ക് പോകണം, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അത് വേണമെങ്കിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം, പിന്നെ വിഷ്ണുവിനെ അങ്ങോട്ട് കൊണ്ടാക്കാം, അല്ലെങ്കിൽ മുകുന്ദനെ കൊണ്ട് വണ്ടി പിന്നെ വീട്ടിൽ കൊണ്ടിടിക്കാം, അല്ലെങ്കിൽ ജീപ്പ് പിന്നെ വന്നെടുത്താൽ പോരെ എന്നൊക്കെ രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്നു, എല്ലാം മാറി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വണ്ടി തട്ടാതിരുന്ന ഭാഗ്യം, വിഷ്ണു അങ്ങനത്തെ വരമാണ് റോഡിലൂടെ വന്നതെന്നൊക്കെ രേഷ്മ പറയുമ്പോൾ വിഷ്ണു അതൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണുവിനെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് ഓക്കെ ആയില്ല. എന്നാലും വിഷ്ണു വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. അന്നേരം മുകുന്ദൻ രേഷ്മയോട് പറയുന്നുണ്ട്, ചേച്ചി എന്തോ കുഴപ്പമുണ്ടല്ലോ, വിഷ്ണുവേട്ടനെ ഒറ്റയ്ക്ക് വിട്ട് ശരിയായില്ല എന്ന് പറയുമ്പം പറഞ്ഞാൽ കേൾക്കില്ല, എന്താ ചെയ്യുക, വിഷ്ണു പണ്ടേ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മയാണെങ്കിലും ഉമ്മർത്തിരുന്നിങ്ങനെ മലക്കറിയൊക്കെ അരിയുന്നുണ്ട്. അന്നേരം പച്ചക്കറിയൊക്കെ കേടാണ്, കടയൊക്കെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അമ്മ ഇന്നലെ മലക്കറി വാങ്ങിയതിൽ ഒരു പപ്പായ വാങ്ങിയില്ലായിരുന്നു, അത് വലിയേച്ചി എടുത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അവൾക്ക് എന്തിനാണ് ഈ പച്ച പപ്പായ ചോദിക്കുന്നുണ്ട്. അന്നേരം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാനാണെന്ന് പറയുമ്പോൾ അവൾ എന്തിനാടി എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മയ്ക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. അന്നേരം പച്ച പപ്പായ കഴിച്ചാൽ വയറ്റിലുള്ള കുഞ്ഞില്ലാതാകുമെന്ന നാരായണി എടുത്തിയാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോൾ ഇവളത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, ഇവൾ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ശ്യാമ പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടെ ശാരദാമ്മ ശാരിക അടുത്തേക്ക് ചെല്ലുമ്പോൾ ശാരികയാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പപ്പായ. അന്നേരം ഇത് എന്തിനടിയും ചോദിക്കുന്നുണ്ട്. അന്നേരം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നിനക്ക് അങ്ങനെ തുള്ളാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും എനിക്കിത് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ പിന്നെ ജീവൻ പോലും ഇല്ലാതാകും, നീ എന്ത് വിചാരിച്ചാലും ഈ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ജനിക്കുക തന്നെ ചെയ്യുമെന്ന് ശാരദാമ്മ അതേസമയം പറയുമ്പോൾ ഈ ശാരിക പെട്ടെന്ന് ദേഷ്യത്തിന് പറയുന്നുണ്ട്, എൻ്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാൻ ഇതിനെ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. ശാരദാമ്മ ശാരികയുടെ കർണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ മാലാഖമാരാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്, അത് ഭൂമിയിലേക്ക് എത്രയോ പേരിങ്ങനെ കുട്ടികളില്ലാതെ ഇങ്ങനെ കഴിയുന്നു, അത് ഈ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുക തന്നെ ചെയ്യും, ജനിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ, അത് നിൻ്റെ മുമ്പിൽ വളരുക തന്നെ ചെയ്യും, അപ്പോൾ അവസാനം നിൻ്റെ ഗതി എന്താവും, ആ കുഞ്ഞിനെ നോക്കി കരഞ്ഞു തീർക്കാനേ നിനക്ക് ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ശാരി ഇങ്ങനെ കരഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് ഈ സമയത്താണ് അവിടെ കുറുപ്പ് സാർ ഓട്ടോയിൽ വരുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയെന്ന് പുറത്തു നിന്ന് വിളിക്കുമ്പോൾ കുറുപ്പ് സാറാണ് എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞിട്ട് ഈ ശാരികയുടെ കയ്യിലിരിക്കുന്ന പപ്പായ വാങ്ങിയിട്ട് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കൊണ്ടുപോയി കളയടി എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാരികയാണെങ്കിൽ ഇങ്ങനെ ശ്യാമയുടെ കയ്യിലിരിക്കുന്ന പപ്പായ നോക്കുന്നുണ്ട്, പക്ഷെ അത് വാങ്ങുന്നില്ല. അങ്ങനെ തന്നെ ആകെ ശാരദാമ്മ പറഞ്ഞത് ഓർത്ത് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം കുറുപ്പ് സാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ശാരദാമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്.
അന്നേരം ഇല്ല എന്താന്ന് ചോദിക്കുമ്പോൾ പരുത്തിക്കുന്ന് കോളനിയിൽ കുടിയൊഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശാലിനി പോയപ്പോൾ ശാലിനിക്ക് വെടിയേറ്റു എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അയ്യോ എന്ന് നിൽക്കുകയാണ്. അന്നേരം അവിടെ മഹേന്ദ്രൻ്റെ മകനുമൊക്കെ ആയിട്ട് എന്തൊക്കെയോ വാക്കുതർക്കം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാകുന്നതിനിടയ്ക്ക് ആരോ മറഞ്ഞു നിന്ന് വെടിവെച്ചതാണെന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ വെപ്രാളത്തിനും വിഷമത്തിലും ഒക്കെ നിൽക്കുകയാണ്. ഇതേസമയം ഹോസ്പിറ്റലിലേക്ക് സത്യഭാമയും രാഘവൻ നായരും രോഹിത്തും ഒക്കെ എത്തുന്നുണ്ട്. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യഭാമയാണെങ്കിൽ ഇൻസ്പെക്ടറോട് ശാലിനിയും ചോദിക്കുമ്പോൾ അകത്തുണ്ട് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് റൂം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതേസമയം അകത്ത് അവിടെ ശാലിനിക്ക് ബോധമൊക്കെ തെളിയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുകയാണ്. വിഷ്ണു ഏട്ടാന്ന് ഇങ്ങനെ ശാലിനി വിളിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. തലയിലേക്ക് ഇങ്ങനെ തലയോടുകയാണ്. വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു ആ കസേരയിലേക്ക് ഇരുന്നിട്ട് ശാലിനിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഭാമയും എല്ലാവരും കൂടി ഇങ്ങനെ അകത്തേക്ക് വരുന്നത്. അന്നേരം വിഷ്ണു അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. റൂമിലേക്ക് ഇപ്പോൾ മാറ്റിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ടത്തേക്ക് മാറി നിൽക്കുകയാണ്. അന്നേരം പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, എന്നാലും നമ്മൾ വിളിക്കുന്ന സൂക്ഷിക്കണം മോൾ, ഇനിയും സൂക്ഷിക്കണം, ഒരുപാട് ശത്രുക്കളുണ്ട്, നമ്മൾ വിളിക്കുന്ന ഈശ്വരന്മാരുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും രക്ഷപ്പെട്ടത്, അല്പം ഒന്ന് മാറിയാണ് കൊണ്ടിരുന്നെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായിരുന്നില്ലേ എന്നൊക്കെ ഭാമ ചോദിക്കുകയാണ്. രാഘവൻ നായരും പറയുന്നുണ്ട് ജോലിയുടെ ഭാഗമാണ്, നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം, പക്ഷേ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് രാഘവൻ നായർ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. രോഹിത്ത് ചോദിക്കുന്നുണ്ട് വെടിവെച്ചത് ആരാണെന്ന് കിട്ടിയോ, അവനെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് കണ്ടെത്തിയിട്ടില്ല, ആൾക്കൂട്ടത്തിൽ മറഞ്ഞു നിന്നുള്ള ആക്രമണമായിരുന്നു, ശാലിനിയെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് ശാരദാമ്മയും പുറത്തിങ്ങനെ ഓട്ടോയിലെത്തുന്നുണ്ട്. ശാരദാമ്മ വെപ്രാളത്തിൽ ഓട്ടോ പൈസയെ കൊടുത്തിട്ട് ഓടി ഇങ്ങനെ റൂമിലേക്ക് വരികയാണ്. മോളെന്നും പറഞ്ഞ് ഓടി വന്ന് ശാലിനി ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം അമ്മയെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം നീ അങ്ങനെയല്ലേ പറയത്തുള്ളൂ, പിന്നെ അവിടെ വീട്ടിൽ നിന്ന് അറിഞ്ഞ പാടെ ഇങ്ങോട്ടത്തേക്ക് ഓടുകയായിരുന്നു, ഇവിടെ എത്തുന്നത് വരെ ഈശ്വരന്മാരെ വിളിച്ച് നിലത്തിറക്കിയെന്ന് തന്നെ പറയാം, വെടിയേറ്റു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അമ്മമാർക്ക് സഹിക്കാൻ കഴിയുമോ സത്യാമ്മയെന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈശ്വരന്മാരുള്ളത് കൊണ്ട് തന്നെയാണ്, അല്പം മാറിയായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ വിഷമിച്ച് സംസാരിക്കുകയാണ്. ഇതേസമയം ഹോസ്പിറ്റലിൽ വെളിയിൽ നിന്ന് പ്രകാശൻ ഇങ്ങനെ ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ കമ്മീഷണറുടെ വണ്ടി വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ശ്രീരഞ്ജിനിയും കുറേ പോലീസുകാരെയൊക്കെ ഇറങ്ങുന്നത് കണ്ടിട്ട് പ്രകാശൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ, പ്രകാശനെ അത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ശ്രീരഞ്ജിനിയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിന് ശാലിനിയുടെ റൂമിനകത്തേക്ക് വരികയാണ്. അന്നേരവും ശാരദാമ്മയാണെങ്കിൽ ആകെ വിഷമിച്ച് ശാലിനിയെ തലയിടുകയും നെറ്റിയിലേക്ക് മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രീരഞ്ജിനെ കാണുമ്പോൾ എല്ലാവരും കൊണ്ട് മാറി നിൽക്കുകയാണ്. ശ്രീരഞ്ജിനി കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ശാലിനി സൂക്ഷിക്കണം, പിന്നെ പക്ഷേ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ ഭാഗത്തു നിന്നല്ല ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വേറെ ആരാണെന്നുള്ള വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം മാണിക്കോത്ത് ശിവനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അയാൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ശാലിനിയെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു, ശാലിനിയെ ഇതിൽ നിന്നും എങ്ങനെയും മാറ്റി നിർത്തണം, എങ്ങനെയും ആ ഒരു ഒഴിപ്പിക്കൽ തടയണം, അതായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അന്നേരം മഹേന്ദ്രനൊക്കെയാണ് എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആ ഒരു ലക്ഷ്യമുള്ളത്, പക്ഷേ ഇതൊന്നും എൻ്റെ ജോലിയെ ബാധിക്കുകയില്ല, ഞാൻ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, ഞാൻ പിന്മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിച്ചൊക്കെ നിൽക്കുന്ന ശാലിനി പക്ഷേ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. അന്നേരം പിന്നെ എന്തായാലും അന്വേഷണം മാണിക്കോത്ത് ഗ്രൂപ്പിന് പിന്നാലെ പോകുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ബുദ്ധിമാനായ ശത്രു പുറത്തു വരിക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ആ ഒളിഞ്ഞിരിക്കുന്ന മൂന്നാമനാര്, പിന്നെ ആര് എന്നൊക്കെ ഇങ്ങനെ ശാലിനിൻ്റെ ശ്രീരഞ്ജിനി പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ശാലിനിയും പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ബുദ്ധിമാനായ ശത്രു ആരായാലും കണ്ടെത്തണം എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ഹോസ്പിറ്റലിന്റെ വെളിയിൽ വിഷ്ണു രോഹിത്തും കൂടി സംസാരിക്കുന്നുണ്ട്. രോഹിത്ത് പറയുകയാണ് സത്യാമ്മ എന്നെ കുറെ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ആണെന്നുള്ളത്. അന്നേരം എന്ത് ചുമതലയും ചോദിക്കുമ്പോൾ അത് ഈ മില്ലിൽ നിന്നും കടകളിൽ നിന്നൊക്കെ പൈസ പിരിക്കാനായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം അത് അമ്മ എന്നോട് ചോദിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കൂ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ അതെ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമയും ഹോസ്പിറ്റലിന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഇനി നിനക്ക് പകരം കാര്യങ്ങൾ ചെയ്യുന്നതും പൈസ പിരിക്കുന്നതും കണക്ക് നോക്കുക എല്ലാം അവനായിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം ഇതൊക്കെ ഞാൻ മുന്നേ അമ്മയോട് പറഞ്ഞ കാര്യങ്ങളല്ലേ, അന്ന് അമ്മ അതൊന്നും അനുവദിച്ചില്ല, അപ്പോൾ ഇപ്പോൾ അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആദ്യം എന്നെയല്ലേ അറിയിക്കേണ്ടത്, അതിനുള്ള കാരണം എനിക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ പണം കളയുന്നവനാണ്, ഈ ബിസിനസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ, ഇത് നിന്നെ വെച്ച് കൊണ്ടുപോയാൽ ഞാൻ കടക്കണിയിലായി പോവും, അതിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ എൻ്റെ സേവനം അമ്മയ്ക്ക് ഇനി ആവശ്യമില്ലല്ലേ എല്ലാ അർത്ഥത്തിലും എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ആകെ അങ്ങ് സങ്കടപ്പെട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്നേരം നിന്നെ വെച്ച് കൊണ്ടുപോയാൽ ഇത് നേരെ നടക്കില്ല, അല്ലെങ്കിൽ പിന്നെ ആതുര സേവനം നടത്തണം പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട്, അതെന്തായാലും ഞാൻ
ഉദ്ദേശിക്കുന്നില്ല, ഇനി ഇവൻ തന്നെ എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം രോഹിത് വിഷ്ണു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, വിഷ്ണു ബ്രോയെ പോലെ പോയി പൈസ വാങ്ങിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ സി ക്ലാസ് കടകളിലും മുറുക്കാൻ കടകളിലും പോയി വാങ്ങിക്കുന്നത് പോലെ എല്ലാ മില്ലിലും ഹൈദ്രോസിൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി വാങ്ങുന്നത്. പൈസ വാങ്ങിക്കാൻ ചെല്ലുന്ന ആളിനെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം പൈസയാണോ ആളിനെയാണോ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അന്നേരം പറ്റും, നീ എന്താ അമ്മ ഏൽപ്പിച്ചതല്ലേ, നീ എന്തായാലും ചെയ്ത് നോക്ക്, ഇനി എനിക്ക് പകരം അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും സഹായമാകേണ്ട നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് വിഷ്ണു ആകെ വിഷമത്തിൽ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. രോഹിത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് വിഷ്ണു ഒറ്റയ്ക്ക് പോയി അങ്ങ് സങ്കടപ്പെട്ട് ആകെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. ഇതേസമയം ഡെയ്സിയും ശിവനും കൂടി ഒരു പാർക്കിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്. അന്നേരം എന്താ നീ ഇങ്ങനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഡെയ്സി പറയുന്നുണ്ട്, മോഹൻലാൽ സിനിമയിൽ ചോദിക്കുന്ന നായികയോട് ചോദിക്കുന്ന ഡയലോഗുണ്ട്, എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്ന്, അതുപോലെ ഞാനും നിന്നോട് ചോദിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നമുക്കിങ്ങനെ ചായയൊക്കെ കുടിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് കയറി കോഫി ഹൗസിലേക്ക് കയറി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാം എന്നിങ്ങനെ ശിവനാണെങ്കിൽ പിന്നെ വളരെ ലാഘവത്തോടു കൂടി അങ്ങ് പറയുകയാണ്. അന്നേരം ഡെയ്സി ചോദിക്കുകയാണ്, ഡെയ്സി ആകെ ടെൻഷനിലൊക്കെയാണ്. അപ്പോൾ കല്യാണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. കല്യാണോ, അതൊക്കെ പിന്നെ വഴി ആലോചിക്കാമെന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പറ്റില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം, ആ ഒരു സ്ഥിതിയിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകും, ആ ദുരന്തം എൻ്റെ വീട്ടിലാണ് ഉണ്ടാകുന്നത്, അത് എന്നെയും കൊണ്ടേ പോകുമെന്നും പറഞ്ഞ് ഡെയ്സി ഇങ്ങനെ വളരെ ടെൻഷനിലൊക്കെയാണ്. അന്നേരം ശിവനാണെങ്കിൽ ആ ഒരു ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അന്നേരം അതെന്താ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കല്യാണം ഉറപ്പിക്കൽ, വീട്ടിൽ നിന്നെ പെണ്ണ് കാണാനായിട്ട് ആരെങ്കിലും വന്നോ? അങ്ങനെ കാണാൻ വരുമ്പോഴാണ് കാമുകിമാർ കാമുകൻ്റെ മുന്നിൽ കയറ് പൊട്ടിക്കുന്നത്. അങ്ങനെ വല്ലവന്മാരും വന്നെങ്കിൽ അവന്മാരെ പുറംകാല് കൊണ്ട് ചവിട്ടി തെറിപ്പിക്കുന്നതിൽ ഞാൻ എക്സ്പെർട്ടാണടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശിവനിങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടുകയാണ്. അന്നേരം അതൊന്നും അല്ല ശിവ എന്നിങ്ങനെ ഡെയ്സി പറയുമ്പോൾ ശിവനിങ്ങനെ ശ്രദ്ധിക്കുന്നു. ഇത്ര എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അതിനുശേഷമാണ് നേരത്തെ പ്രൊമോയിൽ വന്നതുപോലെ ഡെയ്സിയോട് പറയും, അവരെ വെടിവെച്ചത് ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചിട്ട്, പക്ഷേ അത് പറയുമോ ഇല്ലയോ എന്നറിയില്ല. ഇനി പറയും എന്നുണ്ടെങ്കിൽ ശിവൻ ആൻ്റണിയെ പോയി കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കും. പക്ഷേ ബാക്കി എന്താണ് ഇനി പറയില്ലെങ്കിൽ ഇനി എന്തായാലും ശ്രീരഞ്ജിനി എന്തായാലും അല്ലെങ്കിൽ വിഷ്ണു ആരായാലും എന്തായാലും കണ്ടുപിടിക്കും. അതൊക്കെ നമുക്ക് ബാക്കി എപ്പിസോഡുകളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.